വലിയ പ്രതീക്ഷയോടെ തിയേറ്ററുകളിലെത്തിയ വടിവേലു ഫഹദ് ഫാസിൽ കോംബോയുടെ ചിത്രമായിരുന്നു മാരീശൻ. മാമന്നൻ എന്ന സൂപ്പർ ഹിറ്റിനു ശേഷം ഇരുവരും ഒന്നിച്ച ചിത്രത്തിൻ്റെ സംവിധായകൻ സുധീഷ് ശങ്കർ ആണ്. റോഡ് ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ചിത്രത്തിന് ആദ്യ ദിനം മുതൽ തിയേറ്ററുകളിൽ മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. മികച്ച കളക്ഷനോടെ ചിത്രം രണ്ടാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ദുൽഖർ സൽമാൻ നായകനായെത്തുന്ന കാന്തയുടെ ടീസർ പുറത്തു വന്നു. യൂട്യൂബിൽ വൻ ഹിറ്റായിരിക്കുകയാണ് ടീസർ. ഒരു ദിവസം കൊണ്ട് 5 മില്യൺ ആളുകളാണ് ടീസർ കണ്ടത്. ദുൽഖർ സൽമാൻ്റെ ജന്മദിനം പ്രമാണിച്ചാണ് അണിയറ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം ടീസർ റിലീസ് ചെയ്തത്. ദ ഹണ്ട് ഫോർ വീരപ്പൻ എന്ന ഡോക്യുമെൻ്ററി ഒരുക്കി ശ്രദ്ധ നേടിയ തമിഴ് സംവിധായകൻ സെൽവമണിയാണ് ഈ സിനിമയും സംവിധാനം ചെയ്യുന്നത്. ദുൽഖർ സൽമാൻ എന്ന നടൻ്റെ അഭിനയ പ്രതിഭയെ മികച്ച രീതിയിൽ ഉപയോഗിക്കുന്ന ചിത്രമായിരിക്കും കാന്ത. 1950 കാലഘട്ടത്തിലെ മദ്രാസിൻ്റെ പശ്ചാത്തലത്തിലാണ് കാന്തയുടെ കഥ അവതരിപ്പിക്കുന്നത്. ജെയ്സി എന്ന സിനിമയിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച സംവിധായകനാണ് ഗൗതം തന്നൂരി. മികച്ച പ്രതികരണം നേടിയ സിനിമ ബോക്സ് ഓഫീസിൽ വലിയ വിജയമാണ് നേടിയത്. വിജയ് ദേവരകൊണ്ടയെ നായകനാക്കി ഒരുക്കുന്ന കിങ്ഡം ആണ് ഗൗതമിൻ്റെ സംവിധാനത്തിൽ ഇപ്പോൾ പുറത്തു വന്ന സിനിമ. മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത്. വിജയ് ദേവരകൊണ്ടയുടെ കംബാക്കാണ് ഈ സിനിമ എന്നാണ് അഭിപ്രായങ്ങൾ. അനിരുദ്ധിൻ്റെ മ്യൂസിക്കിനും പശ്ചാത്തല സംഗീതത്തിനും വൻ കയ്യടിയാണ് ലഭിക്കുന്നത്. കല്ലേലിക്കാവ് എന്ന ഗ്രാമത്തിലെ രസകരമായ കുടുംബ ബന്ധങ്ങളുടെ കഥയും ആ നാടിനെ ഭീതിപ്പെടുത്തുന്ന സുമതിയുടെ കഥയും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ചിത്രം സുമതി വളവിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങി. മലയാള സിനിമയിലെ 35-ൽ പരം താരങ്ങൾ അഭിനയിക്കുന്ന ഹൊറർ കോമഡി ഫാമിലി എൻ്റർടൈനർ ചിത്രമായ സുമതി വളവ് ഓഗസ്റ്റ് 1 തിയേറ്ററുകളിലെത്തും. ലോക സിനിമാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട സിനിമയാണ് ജെയിംസ് കാമറൂൺ ഒരുക്കിയ സയൻസ് ഫിക്ഷൻ ഫ്രാഞ്ചൈസിയായ അവതാർ. പുറത്തിറങ്ങിയ 2 ഭാഗങ്ങളും ലോകത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളുടെ പട്ടികയിൽ മുൻനിരയിലാണ്. ചിത്രത്തിൻ്റെ 3ാം ഭാഗത്തിൻ്റെ പ്രഖ്യാപനം നേരത്തെ തന്നെ എത്തിയിരുന്നു. ഡിസംബർ 19 ചിത്രം തിയേറ്ററുകളിൽ എത്തും. വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ഗായത്രി സുരേഷ് അഭിനയിക്കുന്ന മലയാള സിനിമയാണ് തയ്യൽ മെഷീൻ. ഹൊറർ ചിത്രമാണ് തയ്യൽ മെഷീൻ. ആഗസ്റ്റ് 1 തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തും. സ്ഥലം മാറി വരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനും കുടുംബവും താമസിക്കുന്ന വീടും അവിടെ ഉള്ള ഒരു അമാനുഷിക ശക്തിയുടെയും കഥയാണ് സിനിമ പറയുന്നത്. കുഞ്ചാക്കോ ബോബൻ നായകനായി എത്തിയ സൂപ്പർ ഹിറ്റ് ചിത്രം. ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ വില്ലത്തിയായി എത്തിയ ഐശ്വര്യരാജ് നായികയാകുന്ന സിനിമയാണ് മെറി ബോയ്സ്. നവാഗതനായ മഹേഷ് മാനസ് കഥയെഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൻ്റെ തിരക്കഥ ശ്രീ പ്രസാദ് ചന്ദ്രൻ്റേതാണ്. മാജിക് ഫ്രെയിംസിൻ്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫനാണ് നിർമ്മാണം. കഠിന കടോരമി അണ്ടകടാഹം എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ മുഹഷിൻ്റെ സംവിധാനത്തിൽ ഹർഷദ് തിരക്കഥ രചിച്ച വളയുടെ ടൈറ്റിൽ പോസ്റ്റർ പുറത്തു വന്നു. ലുക്മാൻ അവറാൻ, ധ്യാൻ ശ്രീനിവാസൻ, രവീണ രവി, ശീതൾ ജോസഫ് എന്നിവരുൾപ്പെടുന്ന ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ് പുറത്തു വന്നിരിക്കുന്നത്.